നീന്താ ബോഡി ബന്ധത്തിൽ കൊണ്ടുപോയി അവരെ സാധനപ്പെടുത്താൻ നമ്മുടെ ടീമായിട്ട് സംസാരിച്ചു. ഒരുപാട് ആരോപണം ഈ കാര്യങ്ങളിൽ വന്നു. ഞങ്ങൾ വൈകുമ്പോഴും നമുക്കൊരു പ്രതീക്ഷ അതൊക്കെ അറിയാമല്ലോ. നമ്മൾ അപ്പോഴും ഇന്നലെ രാത്രി പോലും നമ്മൾ നമ്മുടെ മനസ്സിനുള്ളിലുണ്ടെങ്കിലും നമുക്ക് മറ്റൊന്ന് വിശ്വസിക്കാൻ നമുക്ക് പ്രയാസമുണ്ട്. അതെ, ഇല്ല, അതെന്താന്ന് വെച്ചാൽ നമ്മളുടെ പ്രതീക്ഷയ്ക്ക് വിരുദ്ധമാണ് സംഭവിച്ചത്. എന്നുവെച്ചാൽ ഇതിന്റെ അടിയിലുണ്ടാവും 153 മീറ്റർ വീതിയിൽ റെയിൽവേ ട്രാക്കും സ്റ്റേഷനും പണിതൊക്കെയാണ്. സ്വാഭാവികമായും അവിടുന്ന് ബോഡി താഴെ പോയിക്കഴിഞ്ഞാൽ ഗ്രില്ലുണ്ട്. ഈ ഗ്രില്ലിന്റെ ഇടയിലൂടെ പോകുമെന്ന് ആരും കരുതിയിരുന്നില്ല. ഗ്രില്ല് അടച്ചിരുന്നു. അപ്പോ സ്വാഭാവികമായും നമ്മുടെ പ്രതീക്ഷ എന്താണ്? ഈ ഗ്രില്ലിനകത്തുണ്ടാവും. ആ ഗ്രില്ലിനകത്ത് ഓടിയെ തപ്പുക എന്നുള്ളതായിരുന്നു. അതിനാണ് സ്കൂബാഡും അവരും എല്ലാം പരിശ്രമിച്ചത്. അപ്പോഴാണ് ഈ കാര്യത്തിൽ ഈ വെള്ളത്തിന്റെ ഒഴുക്കെന്ന് പറയുന്നത് മേലിലുള്ളതല്ല, വേഗത അടിയൊഴുക്കാണ്. ആണ് സാറിന് പറയില്ല അടിയൊഴുക്ക്. അവിടെ വരുന്ന ചലനം നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയില്ല. അടിയൊഴുക്കറിയാതെ എന്ന് പറയുന്നത് ഏത് ജീവിതത്തിൽ പോലും അടിയൊഴുക്കുണ്ടാവും, വെള്ളത്തിലും ഉണ്ടാവും. അപ്പൊ ആ അടിയൊഴുക്ക് എന്ത് ചെയ്തു? ഗ്രില്ല് ഭേദിച്ച് അടിയിൽ കൂടെ പോവാം. ഈ ഗ്രില്ലിന്റെ അടിയിലുള്ള ആ ഫോഴ്സിൽ, ഈ വെള്ളത്തിന്റെ ഫോഴ്സിൽ അടിയിലൂടെ, ഗ്രില്ലിന്റെ അടിയിലൂടെ ബോഡി ഒഴുകിപ്പോയി. ഇനി മരണപ്പെട്ടാൽ 2 ദിവസം കഴിയാതെ ബോഡി പൊങ്ങില്ല. അതൊരു സാമാന്യമായിട്ടുള്ള തത്വമാണ്. അതെന്ത് ചെയ്തു? 2 ദിവസം കഴിഞ്ഞപ്പോ ജീവന്റെ അംശങ്ങൾ ഉണ്ടെങ്കിൽ മുകളിൽ പൊങ്ങില്ല. ഇത് ബോഡി മരണപ്പെട്ടു എന്ന് സ്ഥിരീകരിച്ചതിന് ശേഷം മാത്രമേ സാവധാനം വെള്ളത്തിന്റെ അടിയിൽ നിന്ന് പൊങ്ങൂ. അത് ശരി, നിങ്ങൾ കണ്ടിട്ടില്ലേ? ഇനി ഇവിടെ കിട്ടിയത് നമ്മുടെ ഭാഗ്യമാണ്. ഇത് അപ്പുറത്ത് മറ്റേ കായലിൽ ചെന്ന് പറ്റുന്നത്. നമ്മള് 17 സ്ഥലത്ത് ഈ ഫിഷർ വെച്ചിട്ടുണ്ട്, മാലിന്യം ട്രാപ്പ്. ഇന്നലെ രാത്രി നമ്മൾ ഈ ശക്തമായ ഒഴുക്ക് തുടരുമ്പോൾ തന്നെ നമ്മളെല്ലാ ഈ നഗരസഭാ പരിധിയിലുള്ള എല്ലാ വാർഡുകളിലെയും നമ്മുടെ തൊഴിലാളികൾക്ക് ഇൻഫർമേഷൻ നമ്മൾ കൊടുത്തു. കാരണം അവർക്ക് ഈ പ്രാദേശികമായി ഇത് വരുന്ന ഒഴുക്കിനെ പറ്റിയൊക്കെ അവർക്കറിയാം. അങ്ങനെ നമ്മുടെ 2 കണ്ടീജന്റ് സ്റ്റാഫാണ് രാവിലെ കാണുന്നത്. അവര് ഇന്നലെ രാത്രി മുതൽ തന്നെ ഫയർഫോഴ്സിന്റെയും പരിശോധിക്കുന്നതിന് ഓർഡർ തന്നെ ഇവരും പരിശോധനയുണ്ട്. അത് മാത്രമല്ല, ഒരു കോർപ്പറേഷൻ ജീവനക്കാരൻ പറഞ്ഞത് പഴവങ്ങാടിയിൽ ഒരു ഹോളുണ്ട് താഴോട്ട്, അവിടെ പെട്ടുപോയാൽ ഉണ്ട് എന്ന് അയാളാണ് പറയുന്നത്. നമുക്കറിയാം. അപ്പൊ അയാള് പറയാണ്. അപ്പോ അങ്ങനെയാണെങ്കിൽ അതിനെ ചുറ്റിപ്പറ്റിയുള്ള പരിശോധന നടത്തണമെന്നുള്ളത്തേക്ക് എത്തിയെന്ന് വൈകുന്നേരമായി. അന്ന് ഇവരുടെ നേരെ തന്നെ വിളിച്ചു കൂട്ടിയിട്ട് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു. അതെല്ലാം പിന്നെ ആലോചിക്കുമ്പോഴാണ്, അതിന്റെ വർക്കിലേക്ക് പോകുമ്പോഴാണ് ഇന്നിപ്പോ കിട്ടിയത്. നമ്മുടെ ഒരു ഭാഗ്യം കൊണ്ട് വേണം കിട്ടിയെന്ന് കരുതാം. ഇത് ഇപ്പുറത്തെ കായലിൽ ഇറങ്ങിയിരുന്നെങ്കിൽ ഇനിയും 2 ദിവസം കിടക്കും. പക്ഷെ നമുക്ക് കിട്ടി. അത് നമ്മുടെ ഒരു ഭാഗ്യം കൊണ്ട് തന്നെയാണ്. വിമർശനങ്ങളൊക്കെ നമുക്ക് അതൊക്കെ സാധാരണ രീതിയിൽ വരുന്നത്. അതൊന്നും നമുക്ക് ബേജാറാവില്ല. നമ്മുടെ ആത്മാർത്ഥതയാണ് പ്രശ്നം. നമ്മുടെ മനസ്സിന്റെ നന്മയാണ് പ്രശ്നം. നമുക്ക് നന്മയുണ്ടായാൽ മതി. നമുക്ക് സാധ്യമായതെല്ലാം എല്ലാ വിമർശനങ്ങളും നമ്മൾ ആ നിലയിൽ എടുത്താൽ മതി, അല്ലേ?